ഹലോ ഗായ്സ്, ഭ്രാന്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗായ്സ്, ഇപ്പം അറിയാലോ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാലോ. സോഷ്യൽ മീഡിയ മൊത്തം സഞ്ജുവിനെതിരായിട്ട് നിൽക്കുകയാണ്. മൊത്തം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മൊത്തം സഞ്ജുവിന് എതിരായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്നലെ നോക്കിയപ്പം സഞ്ജുവിൻ്റെ വൈഫ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത് എനിക്ക് സഞ്ജുവിനെ കുറിച്ചാണോ പറഞ്ഞത് എന്നാണ്, സഞ്ജുവിന് വേണ്ടിയാണോ, സഞ്ജുവിന് ഒരു അഡ്വൈസ് കൊടുക്കണം എന്താണെന്ന് പറഞ്ഞിട്ട് ആ സ്റ്റോറി പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ, അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ. ഇതിങ്ങനെയാണ്, നമ്മളിപ്പം അക്സെപ്റ്റ് ചെയ്യണം. നമ്മളിപ്പം തോൽവി നമ്മൾ സമ്മതിക്കണം. തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മളിപ്പം ആർക്കും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെയാണ്, നീ തിരിച്ചു വരും, പൂർണ്ണമായിട്ടും നീ തിരിച്ചു വരും എന്ന് തന്നെയാണ് സഞ്ജു സാംസന്റെ ഭാര്യ ഇട്ട പോസ്റ്റ്. പക്ഷെ അത് ഇപ്പം ഓൺലൈൻ വീഡിയോകൾ മൊത്തം അതിനെ ഏറ്റെടുത്ത് പിടിച്ച് സഞ്ജുവിൻ്റെ വൈഫ് ഒരു സഞ്ജുവിന് എതിരായിട്ട് സംസാരിക്കുന്നു. അങ്ങനെയാണ്. പക്ഷെ ഇത് എതിരായിട്ടൊന്നുമല്ല സംസാരിക്കുന്നത്. സത്യത്തിൽ അത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ആക്സെപ്റ്റ് ദ സിറ്റുവേഷൻ ആൻഡ് മൂവ് ഓൺ. ഇത്രയേ ഉള്ളൂ പരിപാടി. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയാണ്. എപ്പോഴും ഒരാൾക്ക് എല്ലാ കാലഘട്ടത്തിലും ജയിച്ചു നിൽക്കാനൊന്നും പറ്റൂല. എപ്പോഴും തോൽവി, ജീവിതത്തിൽ തോൽവി പലപ്പോഴും സംഭവിക്കും. അതേപോലെ ഒരു തോൽവിയാണ് ഈ ന്യൂസിലാൻഡ് പരമ്പര. പൂർണ്ണ തോൽവിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇനിയിപ്പം എന്താണ് നടക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഈ ലാസ്റ്റ് ഫെയർവെൽ ഗെയിം ആയിരിക്കും സഞ്ജു തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡിൽ കളിച്ചത് എന്നാണ് തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ എന്താകുമെന്ന് പറഞ്ഞാൽ സൂര്യകുമാറും ടീം മാനേജ്മെന്റും ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തായാലും വിക്കറ്റ് കീപ്പറായിട്ട് ഇഷാൻ കിഷൻ തന്നെ.